ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് കൊമേഴ്സ് ഗുരു മലയാളം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ +1 അക്കൗണ്ടൻസി 3rd ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയ ലെഡ്ജറിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് ഒരു ലെഡ്ജർ എന്നും ലെഡ്ജറിൽ എങ്ങനെയാണ് പോസ്റ്റിംഗ് നടത്തുക എന്നും ലെഡ്ജറിൻ്റെ ഫോമാറ്റ് എന്താണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെഡ്ജറിലെ അക്കൗണ്ട്സ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക, ബാലൻസിങ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ 6 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ +1 അക്കൗണ്ടൻസി ഫസ്റ്റ് ചാപ്റ്റർ മുതലുള്ള വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ +1 അക്കൗണ്ടൻസി ഫസ്റ്റ് ചാപ്റ്റർ മുതലുള്ള വീഡിയോസ് ഓർഡറിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു ലെഡ്ജർ അക്കൗണ്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഓഫ് ടൈം സോൺ ആൻഡ് പോസ്റ്റ് ദം ഇൻ ടു ദ ലെഡ്ജർ അക്കൗണ്ട്സ്. അപ്പോൾ ഇത് ടൈം സോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജേർണലൈസ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ജേർണൽ ക്രിയേറ്റ് ചെയ്തിട്ട് ജേർണലൈസ് ചെയ്തിട്ട് അത് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് വായിച്ചിട്ട് ജേർണൽ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് അതിനനുസരിച്ചിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. December 1, 2014 ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് ₹1,20,000. 1,20,000 റുപ്പീസിന് ഒരു ബിസിനസ് ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ജേർണൽ എൻട്രീസ് എഴുതണം. അതിനുശേഷം ഈ ജേർണൽ എൻട്രീസ് ഏതൊക്കെ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് വരുന്നതെങ്കിൽ അതിലേക്ക് പോസ്റ്റിംഗ് നടത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ട്രാൻസാക്ഷന് ജേർണൽ എൻട്രി എഴുതാം. അപ്പോൾ ബിസിനസ് ആരംഭിക്കാൻ ക്യാഷ് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എന്താണ്, ക്യാപിറ്റലാണ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസെറ്റാണ്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസെറ്റ് നമ്മൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അസെറ്റ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ജേർണൽ എൻട്രി എഴുതാം. അപ്പോൾ നമ്മൾ ജേർണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ട് ഒരു ജേർണൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ജേർണലിൽ ഏതൊക്കെ ഐറ്റംസാണ് വരിക, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് ഡെബിറ്റ്, എമൗണ്ട് ക്രെഡിറ്റ്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് വരിക. അപ്പോൾ പിന്നെ നമ്മൾ എഴുതാൻ പോകുന്നത് ആരുടെ ബുക്സ് ആണ്, ബുക്സ് ഓഫ് ടൈം സോൺ ആണ്. അപ്പോൾ ബുക്സ് ഓഫ് ടൈം സോൺ നമ്മൾ ഹെഡിങ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നത് ജേർണലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജേർണൽ എന്നുള്ളൊരു ഹെഡിങ്ങും നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസാക്ഷൻസ് ജേർണലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് കൊടുക്കുക. അതുപോലെ പെർട്ടിക്കുലേഴ്സിൽ ഏതാണ് ജേർണൽ എൻട്രി വരിക, ക്യാഷ് അക്കൗണ്ട്, ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എത്ര, 1,20,000 ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് കോളത്തിലും നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇനി നമുക്ക് നറേഷൻ എഴുതണം. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. അപ്പോൾ നമ്മൾ നറേഷനും എഴുതി. ഓക്കെ, ഇനി നമുക്ക് ജേർണലിൽ നിന്ന് ട്രാൻസാക്ഷൻസ് ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നടത്തണം. അപ്പോൾ ഏതൊക്കെ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുക, അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണ് അതിൽ വരിക, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഇതേ സെയിം ഐറ്റംസ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതാണ് ഒരു ലെഡ്ജറിൻ്റെ ഫോമാറ്റ്. അപ്പോൾ നമുക്ക് ഇനി ജേർണൽ എൻട്രീസ് നോക്കിയിട്ട് പോസ്റ്റിംഗ് നടത്താൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്കാണ് ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വേണം നമ്മൾ എമൗണ്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്തെഴുതണം, ആദ്യം നമ്മൾ ഡേറ്റ് എഴുതണം. അതുപോലെ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 1,20,000 റുപ്പീസാണ് വരിക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യണത്, എങ്ങനെയാണ് പോസ്റ്റിംഗ് നടത്തുക എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റിംഗ് നടത്തി. ഇനി നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റിംഗ് നടത്തേണ്ടത്, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വേണം നമ്മൾ എമൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 1,20,000 എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം നമ്മൾ ഡേറ്റ് എഴുതുന്നു. അതുപോലെ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്നും അതുപോലെ എമൗണ്ട് എത്രയാണ്, 1,20,000 അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു.
ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് December 2, 2014 ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് ICICI ₹40,000. അപ്പോൾ 40,000 ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ICICI ബാങ്കിൽ ഓപ്പൺ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബാങ്ക് എന്ന് പറഞ്ഞൊരു അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്ത്. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ അപ്പോൾ നമ്മുടെ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. അതിനുശേഷം പെർട്ടിക്കുലേഴ്സ് കോളത്തിലെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ് 40,000. അത് നമ്മൾ റെക്കോർഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നെറേഷൻ എഴുതണം. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് ICICI. അപ്പോൾ നമ്മൾ നെറേഷൻ എഴുതി. ഇനി നമ്മൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ നമുക്ക് 2 അക്കൗണ്ട്സ് ആണ്, ബാങ്ക് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ക്യാഷ് അക്കൗണ്ടിൽ എന്താണ് വരിക? ക്യാഷ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കാണ് അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതണം? ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതണം. അപ്പോൾ ആദ്യം നമ്മൾ ക്യാഷ് അക്കൗണ്ട് എടുക്കുക. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ആദ്യം ഡേറ്റ് എഴുതുക. പെർട്ടിക്കുലേഴ്സ് കോളത്തിലെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എത്രയാണ് 40,000 റെക്കോർഡ്. ഇനി നമുക്ക് പോസ്റ്റിംഗ് നടത്തേണ്ടത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ജേർണൽ എൻട്രി നോക്കുമ്പോൾ നമുക്കറിയാം ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വേണം നമ്മൾ പോസ്റ്റിംഗ് നടത്താൻ. അപ്പോൾ നമ്മൾ ആദ്യം ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്നും എമൗണ്ട് കോളത്തിൽ 40,000 റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എൻഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. December 4, 2014 ട്രാൻസാക്ഷൻ ആണ്. ഗുഡ്സ് പർച്ചേസ് ഫോർ ക്യാഷ് ₹12,000. അപ്പോൾ 12,000 ഗുഡ്സ് പർച്ചേസ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഗുഡ്സുമായി ബന്ധപ്പെട്ട ഐറ്റംസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് കാണിക്കുക. ആ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസസ് ആണ്. അപ്പോൾ എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യാഷ് ആയിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്താണ് ജേർണൽ എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ് 12,000. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇനി നമുക്ക് നെറേഷൻ എഴുതാം. നെറേഷൻ എന്താണ്? ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. അപ്പോൾ നമ്മുടെ ജേർണൽ എൻട്രീസ് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നടത്തണം. പർച്ചേസ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റിംഗ് നടത്താം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കാണ് അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് അടക്കം റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാഷ് അക്കൗണ്ട് എടുക്കാം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ചെയ്താൽ പെർട്ടിക്കുലേഴ്സിൽ പർച്ചേസസ് എന്നും എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എത്രയാണ് 12,000 നമ്മൾ എഴുതാം. അപ്പോൾ ഇനി നമുക്ക് പർച്ചേസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റിംഗ് നടത്താം. ആ പർച്ചേസ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് വേണം നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 12,000 എമൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എടുക്കുന്നു. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്നും എമൗണ്ട് കോളത്തിൽ 12,000 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ട്രാൻസാക്ഷൻ എൻഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. December 12, 2014 ട്രാൻസാക്ഷൻ പ്രകാരം ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു ലാറ ഇന്ത്യ ഫോർ ₹25,000. അപ്പോൾ 25,000 ഗുഡ്സ് നമ്മൾ ലാറ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിക്ക് വിറ്റു എന്നാണ് പറയുന്നത്. അതും എങ്ങനെയാണ്? ക്രെഡിറ്റിന് വെച്ചാൽ കടമായിട്ട് വിറ്റിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഗുഡ്സ് വിറ്റു എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് വരിക? സെയിൽസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ആണ്. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ ലാറ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്റ്റർ ആണ്. കാരണം അവർ നമുക്ക് കാശ് തരാനുള്ള ആളാണ്. അപ്പോൾ ഡെപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലാറ ഇന്ത്യയുടെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. അപ്പോൾ നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്താ എഴുതുക? ലാറ ഇന്ത്യ അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് അക്കൗണ്ട് എമൗണ്ട് എത്ര വരിക? 25,000. ഓക്കെ, അപ്പോൾ നമ്മൾ നറേഷൻ എഴുതാം. ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. ഇനി നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലാറ ഇന്ത്യയുടെ അക്കൗണ്ടും അതുപോലെ സെയിൽസ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ജേർണൽ എൻട്രി നോക്കിയാൽ മനസ്സിലാകും. ലാറ ഇന്ത്യയുടെ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്തേക്കാണ്? ഡെബിറ്റ് ചെയ്തേക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ ലാറ ഇന്ത്യയുടെ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വേണം സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാൻ.
ഓക്കെ, അപ്പോൾ നമുക്ക് ലാറ ഇന്ത്യയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ലാറ ഇന്ത്യയുടെ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. പെർട്ടിക്കുലേഴ്സിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് 25,000 നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ളത് സെയിൽസ് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം നമ്മൾ ലാറ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിൽസ് അക്കൗണ്ട് നോക്കാം. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ലാറ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് 25,000 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. December 14, 2014 ക്യാഷ് റിസീവ്ഡ് ഫ്രം ലാറ ഇന്ത്യ ₹10,000. അപ്പോൾ 10,000 റുപ്പീസ് ലാറ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്ന് നമുക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ലാറ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിക്ക് നമ്മൾ ഗുഡ്സ് കടത്തിന് വിറ്റിട്ടുണ്ടായിരുന്നു 25,000. അതിൽ 10,000 അവർ തിരിച്ചു തന്നു അല്ലേ. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലാറ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്റ്റർ ആയിരുന്നു, അതായത് നമ്മുടെ അസറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു 10,000 റുപ്പീസ് തന്നപ്പോൾ നമ്മുടെ ഡെപ്റ്ററിൻ്റെ വാല്യൂ, അതായത് അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തു. അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലാറ ഇന്ത്യയുടെ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്താ എഴുതുക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലാറ ഇന്ത്യ, എമൗണ്ട് എത്രയാണ്? 10,000. ഓക്കെ, അതുപോലെ നമുക്ക് നറേഷൻ എഴുതാം. ക്യാഷ് റിസീവ്ഡ് ഫ്രം ലാറ ഇന്ത്യ. ഓക്കെ, ഇനി നമുക്ക് പോസ്റ്റിംഗ് നടത്താം ലെഡ്ജറിലേക്ക്. അപ്പോൾ നമ്മൾ 2 അക്കൗണ്ട്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ക്യാഷ് അക്കൗണ്ടും അതുപോലെ ലാറ ഇന്ത്യ അക്കൗണ്ടും. അപ്പോൾ ലാറ ഇന്ത്യ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് പോസ്റ്റിംഗ് നടത്താം. അപ്പോൾ ആദ്യം നമ്മൾ ക്യാഷ് അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്തേക്കാണ്? ഡെബിറ്റ് ചെയ്തേക്കാണ് അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ലാറ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് 10,000 റുപ്പീസ് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ലാറ ഇന്ത്യ എന്നും എമൗണ്ട് കോളത്തിൽ എത്ര എഴുതുക? 10,000 എന്നും റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോസ്റ്റിംഗ് നടത്തേണ്ടത് ലാറ ഇന്ത്യയുടെ അക്കൗണ്ടിലേക്കാണ്. ലാറ ഇന്ത്യയുടെ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ലാറ ഇന്ത്യ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 10,000 കാണിക്കണം. ഓക്കെ, അപ്പോൾ ലാറ ഇന്ത്യയുടെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഡേറ്റ് കോളത്തിൽ ആദ്യം ഡേറ്റ് എഴുതുക. പെർട്ടിക്കുലേഴ്സിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് എന്നും എമൗണ്ട് കോളത്തിൽ 10,000 കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ December 16, 2014 ഗുഡ്സ് റിട്ടേൺ ഫ്രം ലാറ ഇന്ത്യ ₹3,000. 3,000 റുപ്പീസിൻ്റെ ഗുഡ്സ് ലാറ ഇന്ത്യ നമുക്ക് തിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ December 12 ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ലാറ ഇന്ത്യ എന്ന കമ്പനിക്ക് നമ്മൾ ഗുഡ്സ് വിറ്റിട്ടുണ്ട്, അത് സെയിൽസ് നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തേക്കായിരുന്നു. അപ്പോൾ അവർ ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ക്രെഡിറ്റ് ചെയ്ത സെയിൽസ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ ലാറ ഇന്ത്യയുടെ അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, നേരത്തെ ജേർണൽ എൻട്രി എഴുതിയതിൻ്റെ ഓപ്പോസിറ്റ് ജേർണൽ എൻട്രി ആണ് നമ്മൾ റിട്ടേൺസിൻ്റെ സമയത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലാറ ഇന്ത്യ. എത്ര റുപ്പീസിൻ്റെ ഗുഡ്സ് ആണ് അവർ നമുക്ക് റിട്ടേൺ ചെയ്തത്? 3,000. അപ്പോൾ നമ്മൾ അതും റെക്കോർഡ് ചെയ്യാം. നറേഷൻ എന്താണ് വരിക? ഗുഡ്സ് റിട്ടേൺ ഫ്രം ലാറ ഇന്ത്യ. ഇനി നമുക്ക് ഇത് ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നടത്തണം. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലാറ ഇന്ത്യ അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റിംഗ് നടത്തണം. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്തേക്കാണ്? ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വേണം നമ്മൾ എന്ത് എഴുതാൻ വേണ്ടിയിട്ട്? ലാറ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. അതുപോലെ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ലാറ ഇന്ത്യ എന്നും എമൗണ്ട് കോളത്തിൽ 3,000 എന്നും എഴുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ലാറ ഇന്ത്യയുടെ അക്കൗണ്ടിലേക്കാണ് പോസ്റ്റിംഗ് നടത്തേണ്ടത്. അപ്പോൾ ലാറ ഇന്ത്യയുടെ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്തേക്കാം? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ലാറ ഇന്ത്യയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലെ സെയിൽസ് റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. 3,000 റുപ്പീസ് എമൗണ്ട് കാണിക്കണം. അപ്പോൾ നമുക്ക് പോസ്റ്റിംഗ് നടത്താം. അപ്പോൾ ലാറ ഇന്ത്യ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതാം. പെർട്ടിക്കുലേഴ്സിലെ സെയിൽസ് റിട്ടേൺസ് എന്നും എമൗണ്ട് എത്ര വരിക? 3,000 എന്നും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. December 19, 2014 ഗുഡ്സ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ് ഫ്രം ടേർനം എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുഡ്സുമായി ബന്ധപ്പെട്ട പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പർച്ചേസ് അക്കൗണ്ടിലാണ് കാണിക്കുക. പർച്ചേസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ ഇത് കടത്തിനാണ് വാങ്ങിച്ചിട്ടുള്ളത്, ഇവിടെ ക്യാഷ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ടേർനം എന്നൊരാളുടെ കയ്യിൽ നമ്മൾ കടത്തിനാണ് വാങ്ങിച്ചിട്ടുള്ളത്.
അപ്പോൾ ടേർണം എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റർ ആണ്, അപ്പോൾ ലയബിലിറ്റി ആണ്. അപ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടേർണം എന്ന അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി എഴുതാം. സോറി, ഞാൻ ഈ ജേണൽ എൻട്രി എഴുതുന്നത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് കോളത്തിൽ നമ്മൾ ഡേറ്റ് എഴുതുന്നു, പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുന്നു, ടു ടേർണംസ് അക്കൗണ്ട്, ടേർണം എന്ന ക്രെഡിറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. എമൗണ്ട് എത്രയാണ് വരിക, 32,000. നമുക്ക് നെറേഷൻ എഴുതാം. നെറേഷൻ എന്താ വരിക, ഗുഡ്സ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ്. നമുക്കത് ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നടത്തണം. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ടിന് നമ്മൾ ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കാണിക്കണം, ടേർണംസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക, അതിന് പെർട്ടിക്കുലേഴ്സിൽ ടേർണം എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കോളത്തിൽ 32,000 റെക്കോർഡ് ചെയ്യുക. ഇനി നമുക്ക് പോസ്റ്റിംഗ് നടത്തേണ്ടത് ടേർണത്തിൻ്റെ അക്കൗണ്ടിലാണ്. ടേർണത്തിൻ്റെ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടേർണം അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം നമുക്ക് പോസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു, പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് 32,000 എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. December 20, 2014 ചെക്ക് റിസീവ്ഡ് ഫ്രം ലാറ ഇന്ത്യ ഫോർ ഫൈനൽ സെറ്റിൽമെൻറ്റ് ആൻഡ് ഡെപ്പോസിറ്റഡ് സെയിം ഡേ ഇൻ ടു ബാങ്ക് ₹11,500. അപ്പോൾ 11,500 ചെക്ക് ലാറ ഇന്ത്യ എന്ന കമ്പനി നമുക്ക് നൽകി എന്നാണ് പറയുന്നത്. ഫോർ ഫൈനൽ സെറ്റിൽമെൻറ്റ്. ഫൈനൽ സെറ്റിൽമെൻറ്റ് എന്ന് വെച്ചാൽ തരാനുള്ള മുഴുവൻ തുകയും ഒറ്റ തവണയിൽ അവർ തന്നു തീർത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം December 12 ട്രാൻസാക്ഷൻ നോക്കിയാൽ മനസ്സിലാകും. 25,000 ഗുഡ്സ് ലാറ ഇന്ത്യ എന്ന കമ്പനിക്ക് നമ്മൾ കടമായിട്ട് വിറ്റിട്ടുണ്ട്. അതിൽ 10,000 rupees മാത്രമേ അവർ തിരിച്ചു വന്നിട്ടുള്ളൂ. അതുപോലെ 3,000 rupees ഗുഡ്സ് അവർ നമുക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. സോ അവരിനി നമുക്ക് 12,000 rupees ആണ് തരാനുള്ളത്. എന്നാൽ നമ്മൾ 11,500 അത് ഫൈനൽ സെറ്റിൽമെൻ്റ് ആക്കി. അതായത് 500 rupees നമ്മൾ അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തു. ഈ ഡിസ്കൗണ്ട് എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഐറ്റത്തിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും നമ്മൾക്ക് മറ്റുള്ളവർ ഡിസ്കൗണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ട് ഡിസ്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളോട് ഇവിടെ പറയുന്നുണ്ട് ബാങ്കിൽ ചെക്ക് റിസീവ് ചെയ്തു എന്ന്. അപ്പോൾ ചെക്ക് റിസീവ് ചെയ്യുന്നത് കൊണ്ട് നമ്മളതിനെ എന്ത് ചെയ്യണം, ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലാറ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ആരല്ലാണ്ടായി, ഡെപ്റ്റർ അല്ലാണ്. മുന്നേ അയാൾ നമ്മുടെ ഡെപ്റ്റർ ആയിരുന്നു, കടക്കാരനായിരുന്നു. ഇപ്പോൾ അയാൾ നമുക്ക് കാശ് തരാനില്ലാത്തത് കൊണ്ട് തന്നെ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് ഡിക്രീസ് ചെയ്തു. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ജേണൽ എൻട്രി എഴുതാം. അപ്പോൾ ആദ്യം ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു, പെർട്ടിക്കുലേഴ്സിലെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് എമൗണ്ട് എത്രയാണ് വരിക, 11,500 rupees നമ്മുടെ ചെക്കായിട്ട് അല്ലെങ്കിൽ ബാങ്കിലേക്ക് നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുപോലെ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് എത്ര റുപ്പീസാണ്, 500 ടു ലാറ ഇന്ത്യയുടെ എമൗണ്ട് അവർ നമുക്ക് തരാനുള്ള എത്രയാണ്, 12,000. അപ്പോൾ 12,000 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇനി നമുക്ക് നെറേഷൻ എഴുതാം. ചെക്ക് റിസീവ്ഡ് ഫോർ ഫൈനൽ സെറ്റിൽമെൻറ്റ്. ഇനി നമുക്ക് ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നടത്താം. ബാങ്ക് അക്കൗണ്ട്, ഡിസ്കൗണ്ട് അക്കൗണ്ട്, ലാറ ഇന്ത്യ അക്കൗണ്ട്, അങ്ങനെ 3 അക്കൗണ്ട്സ് ആണ് വരിക. അപ്പോൾ ആദ്യം നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെയ്യുക. ബാങ്ക് അക്കൗണ്ടിലേക്ക് പോസ്റ്റിംഗ് നടത്തുമ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തേക്കാണ്. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ലാറ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കാണിക്കണം. എത്രയാണ് കാണിക്കേണ്ടത്, 12,000 അല്ല കാണിക്കേണ്ടത്, 11,500 ആണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളത് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് എഴുതുക. അതിനുശേഷം പെർട്ടിക്കുലേഴ്സിൽ ലാറ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് 11,500 നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇനി നമ്മൾ പോസ്റ്റിംഗ് നടത്തേണ്ടത് ഡിസ്കൗണ്ട് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ഡിസ്കൗണ്ട് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഡിസ്കൗണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ലാറ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ടാണ് കാണിക്കുക, 500 rupees ആണ്. നമ്മൾ ലാറ ഇന്ത്യക്ക് ഡിസ്കൗണ്ട് കൊടുത്തുള്ളത് 500 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. ഡിസ്കൗണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക, പെർട്ടിക്കുലേഴ്സിൽ ലാറ ഇന്ത്യ എന്നും എമൗണ്ട് കോളത്തിൽ 500 എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് റെക്കോർഡ് ചെയ്യാനുള്ളത് എന്താണ്, ലാറ ഇന്ത്യയുടെ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ലാറ ഇന്ത്യയുടെ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. ഏതൊക്കെ ഐറ്റംസ് ആണ് അതിലേക്ക് വരിക, ബാങ്ക് അക്കൗണ്ടും വരും, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് അക്കൗണ്ടും വരും. ഓക്കെ, അപ്പോൾ ലാറ ഇന്ത്യയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലായി നമ്മൾ ഡേറ്റ് എഴുതുക. അതുപോലെ പെർട്ടിക്കുലേഴ്സിലെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 11,500 ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്
500 കാണിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ഡിസംബർ 22, 2014 ഗുഡ്സ് റിട്ടേൺ ടു ടെർണം ₹1500. 1500 രൂപയുടെ ഗുഡ്സ് നമ്മൾ ടെർണത്തിന് തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസംബർ 19 ട്രാൻസാക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ 32,000 രൂപയുടെ ഗുഡ്സ് ടെർണത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് 1500 രൂപയുടെ ഗുഡ്സാണ് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസംബർ 19 ജേർണൽ എൻട്രി നോക്കിയാൽ നമുക്കറിയാം പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ടെർണം എന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ എഴുതിയുള്ളത്. അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓപ്പോസിറ്റ് ജേർണൽ എൻട്രി വേണം എഴുതാൻ. അതായത് ടെർണംസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ട്. ടെർണത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത് നമ്മൾ ഇങ്ങോട്ടാകുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അതുപോലെ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി ആയിട്ട് എഴുതാം. ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. പെർട്ടിക്കുലേഴ്സിൽ ടെർണംസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസസ് റിട്ടേൺ 1500 റെക്കോർഡ്. നറേഷൻ എഴുതാം ഗുഡ്സ് റിട്ടേൺ ടു ടെർണം. ഇനി നമുക്ക് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ടെർണത്തിൻ്റെ അക്കൗണ്ടിനെ നമ്മൾ എന്താ ചെയ്തില്ല, ഡെബിറ്റ് ചെയ്തേക്കാണ് അല്ലേ. അപ്പോൾ ടെർണ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമുക്ക് പോസ്റ്റിംഗ് നടത്താം. അപ്പോൾ ഡേറ്റ് കോളത്തിലെ ഡേറ്റ് എഴുതാം. പെർട്ടിക്കുലേഴ്സിലെ പർച്ചേസസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് 1500 എമൗണ്ട് കോളത്തിൽ എഴുതാം. അതിനുശേഷം നമുക്ക് പോസ്റ്റിംഗ് നടത്തേണ്ടത് ഏത് അക്കൗണ്ടിലേക്കാണ്? പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ടിലേക്ക്. ആ പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ടെർണം എന്ന് പറഞ്ഞിട്ടാണ് എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ചെയ്ത പെർട്ടിക്കുലേഴ്സിൽ ടെർണം എന്ന് പറഞ്ഞിട്ട് 1500 റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ഡിസംബർ 26 എ ചെക്ക് ഗിവൺ ടു ടെർണം ഓൺ അക്കൗണ്ട് ₹20,000. അപ്പോൾ 20,000 രൂപയുടെ ചെക്ക് നമ്മൾ ടെർണത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിസംബർ 19 ട്രാൻസാക്ഷൻ നോക്കിയാൽ ഗുഡ്സ് നമ്മൾ ടെർണത്തിൻ്റെ കയ്യിൽ നിന്ന് കടത്തിന് വാങ്ങിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാശ് കൊടുക്കുമ്പോൾ നമ്മുടെ ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് വഴിയാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ അസറ്റ്, ബാങ്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ടെർണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റർ ആയിരുന്നു, അതായത് നമ്മുടെ ലയബിലിറ്റി ആയിരുന്നു. ആ ലയബിലിറ്റി ഡിക്രീസ് ചെയ്തു. അപ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടെർണത്തിൻ്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. അതിനുശേഷം പെർട്ടിക്കുലേഴ്സിൽ ടെർണംസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 20,000 എഴുതുക. അതുപോലെ നറേഷൻ എന്താ വരിക? ചെക്ക് ഗിവൺ ടു ടെർണം. ഇനി നമുക്ക് ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നടത്താം. ആദ്യം നമ്മൾ ടെർണത്തിൻ്റെ അക്കൗണ്ടാണ് എടുക്കുന്നത്. ടെർണത്തിൻ്റെ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തേക്കാണ് അല്ലേ. അപ്പോൾ ജേർണൽ എൻട്രിയിൽ അപ്പോൾ നമ്മൾ ടെർണ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വേണം എമൗണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡേറ്റിൻ്റെ കോളത്തിൽ ഡേറ്റ് എഴുതാം. അതുപോലെ പെർട്ടിക്കുലേഴ്സിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 20,000 എമൗണ്ട് കോളത്തിലും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് പോസ്റ്റിംഗ് നടത്തേണ്ടത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കാണ് അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വേണം പോസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്. ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. അതിന് പെർട്ടിക്കുലേഴ്സിൽ ടെർണം എന്ന് പറഞ്ഞിട്ട് 20,000 എമൗണ്ട് കോളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. ഡിസംബർ 28 റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക് ₹4,000. 4,000 റുപ്പീസിൻ്റെ റെൻറ്റ് നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? ചെക്ക് വഴിയാണ് പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബാങ്ക് വഴി നമ്മൾ പേ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് ഡിക്രീസ് ചെയ്തു. അതുകൊണ്ട് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. സോറി, ഞാൻ എഴുതിയത് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയാം. ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. അതിനുശേഷം പെർട്ടിക്കുലേഴ്സിൽ എന്താ വരിക? റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 4,000. അപ്പോൾ നറേഷൻ എന്താ വരിക? റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക്. ഓക്കെ, ഇനി നമുക്ക് ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നടത്താം. അപ്പോൾ റെൻറ്റ് അക്കൗണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ റെൻറ്റ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്തേക്കാണ് ജേർണൽ എൻട്രിയിൽ. അപ്പോൾ നമ്മൾ റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വേണം പോസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം ഡേറ്റ് എഴുതുന്നു. പെർട്ടിക്കുലേഴ്സിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എത്രയാണ് വരിക? 4,000. അതും നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്? ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റിംഗ് നടത്തേണ്ടത് അല്ലേ. ആ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തേക്കാണ്? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വേണം പോസ്റ്റിംഗ് നടത്താൻ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഡേറ്റ് ചെയ്താൽ പെർട്ടിക്കുലേഴ്സിൽ എന്താണ്? റെൻറ്റ് എന്ന് പറഞ്ഞ എമൗണ്ട് 4,000 റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ഡിസംബർ 29 വിഡ്രൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് ₹10,000. 10,000 റുപ്പീസ് ഇതിൻ്റെ ഓണർ അയാളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വിഡ്രോ ചെയ്യുന്നതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്നാണ് പറയുക. ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്ററുടെ, അതായത് ഓണറുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറയ്ക്കുന്ന ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ എപ്പോഴും ഡെബിറ്റ് ചെയ്യുക. ഡ്രോയിങ്സിനെ എപ്പോഴും ഡെബിറ്റാണ് ചെയ്യുക. അതുകൊണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ അയാൾ ക്യാഷ് ആയിട്ടാണ്
സൈഡിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി എഴുതാം. അത് നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. പെർട്ടിക്കുലേഴ്സിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ് വരിക, 10,000. അത് നമ്മൾ റെക്കോർഡ് ചെയ്യാം. നറേഷൻ എഴുതാം, ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. ഇനി നമുക്ക് ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നടത്താം. അപ്പോൾ ആദ്യം നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക, പെർട്ടിക്കുലേഴ്സിൽ ഡ്രോയിങ്സ് എന്നും എമൗണ്ട് കോളത്തിൽ 10,000 എന്നും എഴുതുക. ഇനി നമുക്ക് അടുത്ത പോസ്റ്റിംഗ് നടത്തേണ്ടത് ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്കാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡ്രോയിങ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ പോസ്റ്റിംഗ് നടത്തേണ്ടത്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം ഡേറ്റ് എഴുതുന്നു, പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്ന് എഴുതി എമൗണ്ട് കോളത്തിൽ 10,000 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. December 30, 2014 ക്യാഷ് സെയിൽസ് ₹12,000 ഗുഡ്സ് നമ്മൾ വിറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകമാണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി എഴുതാം. ആദ്യം നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു, പെർട്ടിക്കുലേഴ്സിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ്, 12,000. നറേഷൻ എഴുതാം, ഗുഡ്സ് സോൾഡ്. ഇനി നമുക്ക് ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നടത്താം. അപ്പോൾ ആദ്യം സെയിൽസ് അക്കൗണ്ട് എടുക്കാം. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തേക്കാണ്, ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പോസ്റ്റിംഗ് നടത്തണം. അപ്പോൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക, പെർട്ടിക്കുലേഴ്സിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് എമൗണ്ട് വരുന്നത്, 12,000. അത് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ക്യാഷ് അക്കൗണ്ടാണുള്ളത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റിംഗ് നടത്തണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റിംഗ് നടത്തേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് ചെയ്ത പെർട്ടിക്കുലേഴ്സിലെ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കോളത്തിൽ 12,000 റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും കഴിഞ്ഞു. എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ജേണലൈസ് ചെയ്തു. അതുപോലെ തന്നെ പോസ്റ്റിങ്ങും നടത്തി, എല്ലാ അക്കൗണ്ട്സിലേക്കും പോസ്റ്റിംഗ് നടത്തി. ഇനി നമുക്ക് അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യുക എന്നൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ക്യാഷ് അക്കൗണ്ട് എടുക്കുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാഷ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. ക്യാഷ് അക്കൗണ്ടിന് 2 സൈഡ്സ് ഉണ്ട്, ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട് ഇല്ലേ. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക, അതുപോലെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടും ടോട്ടൽ ചെയ്തിടുക. എന്നിട്ട് ഈ എമൗണ്ട്സ് നമ്മൾ കിട്ടണത് ജസ്റ്റ് പെൻസിൽ കൊണ്ട് ഒന്ന് സൈഡിലൊന്ന് മാർക്ക് ചെയ്തിടുക. രണ്ടിലും കിട്ടുന്ന എമൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഏത് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ആണോ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ആണോ കൂടുതലെന്ന് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ നമുക്ക് 1,42,000 ക്രെഡിറ്റ് സൈഡിൽ 62,000 ആണ് ലഭിച്ചത്. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ആണ് കൂടുതൽ അല്ലേ, 1,42,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടോട്ടലായിട്ട് നമ്മൾ കാണിക്കേണ്ടത് 1,42,000 ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1,42,000 എന്ന് ടോട്ടലായിട്ട് എമൗണ്ട് 2 സൈഡിലും ഡെബിറ്റ് സൈഡിലും എഴുതണം, ക്രെഡിറ്റ് സൈഡിലും എഴുതി. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിവിടെ ടോട്ടൽ എമൗണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ ഓക്കെയാണ്, 1,42,000 ഓക്കെയാണ്. പക്ഷേ ക്രെഡിറ്റ് സൈഡിൽ എത്രയാണ് നമുക്കുള്ളൂ, 62,000 ഉള്ളൂ. പക്ഷേ നമ്മൾ എഴുതിയത് 1,42,000 ആണ് അല്ലേ. അപ്പോൾ ഈ ബാലൻസ് എമൗണ്ട്, അതായത് 1,42,000 62,000 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 80,000. ആ 80,000 ആണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ 80,000 എമൗണ്ടിന് നമ്മൾ ആ മാസത്തിൻ്റെ അവസാനത്തെ ഡേറ്റിലെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതുന്നത് December 2014 ഡിസംബറിലെ ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ 2014 ഡിസംബറിലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 31 ആണ്. അപ്പോൾ December 31 എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എമൗണ്ട് എത്ര എഴുതണം, 80,000 എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോഴും ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോഴും സെയിം എമൗണ്ട് നമുക്ക് ടോട്ടൽ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എമൗണ്ട് അടുത്ത മാസത്തേക്ക് ബ്രോ ഡൗൺ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേറ്റിലാണല്ലോ ക്യാരി ഡൗൺ ചെയ്തത്. ഇനി സെയിം എമൗണ്ട് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യാമെന്ന് പറയും. ബ്രോ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് ക്യാരി ഡൗൺ ചെയ്ത്, ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് വേണം ബ്രോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേറ്റ്, ഈ നെക്സ്റ്റ് മന്തിലെ ഫസ്റ്റ് ഡേറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ December 2014 31 നമ്മൾ ക്യാരി ഡൗൺ ചെയ്ത് ബ്രോ ഡൗൺ ചെയ്യേണ്ടത്. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത് January 1 ആണ് 2015. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മൾ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാലൻസ്
ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 80,000 എമൗണ്ട് കാണിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സും ബാലൻസ് ചെയ്യാം. അടുത്തത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ബാലൻസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം ക്രെഡിറ്റ് സൈഡിൽ 1,20,000 ആണ് ഉള്ളൂ. വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 1,20,000 എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ എമൗണ്ട് ആയിട്ട് അത് കാണിക്കണം. അപ്പോൾ 1,20,000 കാണിച്ചു. പിന്നെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് വരുന്നത് എത്രയാണ്, 1,20,000 തന്നെ. ഓക്കെ, ബിക്കോസ് 0 ആണല്ലോ. അപ്പോൾ 0 എന്ന് 1,20,000 മൈനസ് ചെയ്താൽ 1,20,000 തന്നെ. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 31 ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 1,20,000 എഴുതുന്നു. ഇനി നമുക്ക് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നത് ഏത് സൈഡിലായിരിക്കും, ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, 1,20,000 തന്നെ നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നു January 1, 2015. നെക്സ്റ്റ് ബാലൻസ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ടിൽ ഇതുപോലെ നമ്മൾ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ആഡ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ലഭിച്ചത് 51,500 ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്തപ്പോൾ 24,000 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് 51,500, അത് നമ്മൾ ടോട്ടൽ എമൗണ്ട് ആക്കി എഴുതുന്നു. ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് December 31 ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് എഴുതേണ്ടത്, 51,500 നിന്ന് 24,000 റെഡ്യൂസ് ചെയ്യുമ്പോൾ 27,500, അതാണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ഇനി നമ്മളത് ബ്രോഡ് ഡൗൺ ചെയ്യണം. January 1, 2015 ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 27,500 rupees നമ്മൾ കാണിക്കണം. ഇനി നമുക്ക് പർച്ചേസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ മാത്രമേ നമുക്ക് പോസ്റ്റിംഗ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് ആഡ് ചെയ്യുമ്പോൾ 44,000 ആണ് കിട്ടുക. അതേ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതുന്നു. അതിനുശേഷം ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റ് സൈഡിൽ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ December 31 ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 44,000 എഴുതുന്നു. ബാലൻസ് ബ്രോ ഡൗൺ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. January 1, 2015 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 44,000 എഴുതും. നെക്സ്റ്റ് വരെ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട്സ് ആണ്. സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ മാത്രമേ ട്രാൻസാക്ഷൻ ഉള്ളൂ. അത് നമ്മൾ ടോട്ടൽ എമൗണ്ട് ആക്കി 3,000 എഴുതുന്നു. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 31 December 2014 എന്ന് പറഞ്ഞിട്ട് 3,000 എമൗണ്ട് എഴുതുന്നു. ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലാണ്. January 1, 2015 എന്ന് പറഞ്ഞിട്ട് 3,000 നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നു. ഇനി വരുന്നത് ലാറ ഇന്ത്യയുടെ അക്കൗണ്ടാണ്. അത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ 25,000 ആണ് വരിക. ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25,000 ആണ് വരിക. അതായത് ഇവിടെ യാതൊരു ബാലൻസും അടുത്ത മാസത്തേക്കോ അടുത്ത വർഷത്തേക്കോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് ഈ അക്കൗണ്ട് ക്ലോസ് ആയതായിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വൺ സെയിൽസ് അക്കൗണ്ടാണ്. സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ പോസ്റ്റിംഗ് വന്നിട്ടുള്ളൂ. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക 37,000 ആണ്. അത് തന്നെയാണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ December 31, 2014 ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 37,000 നമ്മൾ കാണിക്കുന്നു. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് January 1, 2015 37,000 തന്നെ കാണിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ടേർണത്തിൻ്റെ അക്കൗണ്ടാണ്. ടേർണത്തിൻ്റെ അക്കൗണ്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ വരുന്നത് 21,500 ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ 32,000 ആണ്. അപ്പോൾ 32,000 ആണ് വലുതെന്നതുകൊണ്ട് നമ്മൾ ടോട്ടൽ എമൗണ്ട് ആയിട്ട് 32,000 എഴുതുന്നു. അതിനുശേഷം ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരിക ഡെബിറ്റ് സൈഡിൽ വേണം വരിക. ഡെബിറ്റ് സൈഡിൽ 32,000 നിന്ന് 21,500 കുറയ്ക്കുമ്പോൾ 10,500 ആണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് December 31 എന്ന ഡേറ്റിൽ എഴുതേണ്ടത്. അതുപോലെ January 1, 2015 എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യേണ്ടത് 10,500 ആണ്. നെക്സ്റ്റ് വൺ ഡിസ്കൗണ്ട് പെയ്ഡ് അക്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് പെയ്ഡ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മാത്രമേ പോസ്റ്റിംഗ് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ടോട്ടൽ എമൗണ്ട് 500 തന്നെയായിരിക്കും. അപ്പോൾ December 31, 2014 ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് വരുന്ന ₹500 ആയിരിക്കും. അതേ എമൗണ്ട് തന്നെ നമ്മൾ January 1, 2015 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ ₹500 കാണിക്കുന്നു. നെക്സ്റ്റ് വൺ പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ടാണ്. അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ പോസ്റ്റിംഗ് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടൽ 1,500 ടോട്ടൽ ഫിഗർ എഴുതുന്നു. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ 31 December 2014 1,500 എഴുതുന്നു. ആ എമൗണ്ട് തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് January 1, 2015 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 1,500 കാണിക്കുന്നു.
നെക്സ്റ്റ് വൺ റെൻ്റ് അക്കൗണ്ട് ആണ്. റെൻ്റ് അക്കൗണ്ടിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ മാത്രമേ ട്രാൻസാക്ഷൻ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ടോട്ടൽ എമൗണ്ട് 4000 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് December 31st, 2014 ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ 4000 റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ January 1, 2015 4000 റുപ്പീസ് കാണിക്കുന്നു. ലാസ്റ്റ് വൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ്. ഡ്രോയിങ്സ് അക്കൗണ്ടിൻ്റെ നോക്കുമ്പോൾ നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ മാത്രമേ പോസ്റ്റിംഗ് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ടോട്ടൽ എമൗണ്ട് 10,000 നമ്മൾ എഴുതുന്നു. അതുപോലെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 31st December 2014 ക്രെഡിറ്റ് സൈഡിൽ 10,000 റുപ്പീസ് കാണിക്കുന്നു. അത് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യാണ് നെക്സ്റ്റ് മന്തിലേക്ക് January 1, 2015 ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ 10,000 റുപ്പീസ് കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ അക്കൗണ്ട്സും നമ്മൾ ബാലൻസ് ചെയ്തു. അപ്പോൾ ഈ പ്രോബ്ലത്തിലൂടെ നിങ്ങൾക്ക് ജേണൽ എൻട്രീസ് എഴുതാനും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാനും അക്കൗണ്ട് ബാലൻസ് ചെയ്യാനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.